നമ്മളെ കൊണ്ടോട്ടിയുടെയും രാമനാട്ടുകരന്റെ ഇടയിൽ ഒരു മഹാനിപ്പ് ഒരു 3.5 കൊല്ലമായി വഫാത്തായിട്ട് പൂച്ചാലിൽ അസം മുസ്ലിയാരി. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് രാവിലെ 7 മണിക്ക് ചെന്നാൽ എന്നെ 3 മണിക്കേ ചിലപ്പോ വിടുള്ളൂ. ഒരു പായ എന്നോട് പറയും എഴുത്തിട്ട് പിരിച്ചിരുന്നോളിയാറ്. മൂപ്പര ആ ബെഡിൽ ഒരു ഇരുത്തമാണ്. ആ ബെഡ്ഷീറ്റ് പിരിച്ചിട്ട് 3.5 കൊല്ലായി തിരുമ്പിയിട്ടില്ല. മൂപ്പര് കുളിച്ചിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. എന്നാ ശരീരത്തിൽ മോശമായ സ്മെല്ലുകളൊന്നുമില്ല. എന്നാ കൈ പിടിച്ച് മുത്താറുണ്ട്. കാല് രണ്ടും മുട്ടിന്റെ തായോട്ട് മുറിയായിട്ട് സുബ്ഹാനല്ലാഹ് ചുവന്ന നിറത്തിലുള്ള കടിച്ചാൽ കടയുന്ന ഉറുമ്പ് ചുമരിലൂടെ ഇങ്ങനെ വരിയിട്ട് ഇറങ്ങിയിട്ട് കട്ടിലെന്റെ കാലുമൊക്കെ കയറിയിട്ട് ഇയാളെ 2 കാലും ഒരു കാലിൽ ചുരുങ്ങിയത് 50,000 ഉറുമ്പുണ്ടാവും. 50,000 എണ്ണീക്കണാണ്. ഒരു സുമാറുണ്ടല്ലോ നമ്മള് ഒരു സമ്മേളനത്തിൽ എത്ര ആളുണ്ടാവും? 1,00,000 ആളുണ്ടാവും എന്നൊരു നിഗമനം. അത്ര ഉറുമ്പ് ഇയാളെ കാല് തിന്ന് 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 തള്ള വിരൽ പകുതിയായിട്ടുണ്ട്. 2ാമത്തെ വിരൽ പകുതിയായിട്ടുണ്ട്. ജീവനുള്ള മനുഷ്യനാണ് തിന്നണത്. മരിച്ചു കിടക്കുന്ന ആളല്ല. അയാൾ ഇരിക്കുന്ന ഇരുത്തോ. ഞാൻ രാവിലെ 7 മണി മുതൽ 3 മണിന്റെ അടിയിൽ ഒരു 300 പ്രാവശ്യമെങ്കിലും എന്റെ കാല് മടക്കി മുതുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അദ്ദേഹം ആ ബെഡിൽ ചാരാതെ ആ ബെഡിന്റെ കട്ടിലിന്റെ സെന്റർ ഭാഗത്ത് 2 കാലും ഇങ്ങനെ പിടിച്ചിട്ട് ഒരേ ഇരുത്തമാ. രാവിലെ കൊടുന്നു വെച്ച ഒരു ഗ്ലാസ് ചായ, ഒരു ചെറിയ പലഹാരത്തിന്റെ ഒരു സാധനം, അത് 2ഉം മരുമകൾ കൊണ്ടുപോയി ടേബിളിൽ വെച്ചിട്ടുണ്ട്. 7 മണിക്ക് രാവിലെ വെച്ച സാധനം ഇയാള് തിന്നുന്നതും കുടിക്കുന്നതും സുബ്ഹാനല്ലാഹ് 3 മണിക്കാണ്. ആ രൂപത്തിലുള്ള ഒരു മഹാനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, മുനീർ ബാക്കവി കുറച്ച് കാലങ്ങൾക്ക് ശേഷം തള്ളിയതാണ് ഈ ഒരു തള്ള്. ഇതില് മനസ്സിലാക്കുവാൻ വലിയ സംഭവമൊന്നുമില്ല. എന്നാൽ ഇവരുടെ മഹാന്മാരുടെ അവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത്. 7 മണിക്ക് പോയി കഴിഞ്ഞാൽ 3 മണി വരെ അവിടെ പിടിച്ചിരുത്തും എന്നാണ് പറഞ്ഞത്. അവിടെ മരുമകള് കൊണ്ടുവച്ച ചായയും ചെറിയൊരു പലഹാരവും ഉണ്ട്. അത് അയാൾ തിന്നിട്ടില്ലാന്ന്. അതൊരു കറാമത്താ. ഈ ചെങ്ങായി അവിടുന്ന് 3 മണിക്ക് പോന്നാലല്ലേ ഈ സാധുവിന് തിന്നാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഇവനിക്ക് ഒരു ഓരി കൊടുക്കണ്ടേ? അതവിടെ നിൽക്കട്ടെ. ഇതുവരെ പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്താണ് കറാമത്ത്? ഒന്ന്, 7 മണി മുതൽ 3 മണി വരെ ഒരേ ഇരിപ്പിരുന്നു എന്നുള്ളതാണോ? അതോ അയാളുടെ കാലിൽ ഉറുമ്പ് വന്ന് കടിച്ചിട്ട് ആ ഉറുമ്പിനെ പോലും മാറ്റുവാനുള്ള ശക്തിയും കഴിവും ഇല്ല എന്നുള്ളതാണോ? അതോ 7 മണിക്ക് കൊണ്ടുവച്ച ചായയും പലഹാരവും അത് 3 മണി വരെ കഴിക്കാനുള്ള സ്വയബുദ്ധി ഉണ്ടായില്ല എന്നുള്ളതാണോ? എന്താണ് സഹോദരന്മാരെ ഇയാളുടെ കറാമത്ത്, ഇയാളെ മഹാനാക്കിയത്? അതോ 3 വർഷമായിട്ട് കുളിക്കാത്തതാണോ? 3 വർഷമായിട്ട് ബെഡ്ഷീറ്റ് മാറ്റാത്തതാണോ? അയാളെ നാറിനില്ല എന്നാ പറഞ്ഞത്. നാറ്റമാണോ കുളിക്കണോ കുളിക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത്? ആണോ? ഇനി എന്തോ ആവട്ടെ. അതൊന്നും ഇല്ലെങ്കിൽ പോലും 3.5 വർഷം കുളിക്കാത്ത ഒരു മനുഷ്യൻ, അയാളുടെ മേത്ത് നാറ്റല്ല, ഇയാൾ കൈ പിടിച്ച് മുത്താറുണ്ട്. കടിക്കാറുണ്ടെങ്കിൽ പോലും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കൈ കഴുകുന്നുണ്ടാവുമല്ലോ. ശരീരത്തിൽ ദുർഗന്ധം ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ കുളിക്കേണ്ടതില്ലേ? 3 വർഷമായിട്ട് കുളിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അത് ഒരു മനുഷ്യനെ മഹാനാക്കുന്നുണ്ടോ? ബെഡ്ഷീറ്റ് 3 വർഷമോ 3.5 വർഷമൊക്കെ ആയിട്ട് മാറ്റിയിട്ടില്ല. അതൊരു മനുഷ്യനെ മഹാനാക്കുന്നുണ്ടോ? മുനീറെ, ആരെ അണക്കി ഈ ബാക്കവി ബിരുദം തന്നത്? ബാക്കിയാത്തുകാര് ചെയ്ത ഒരു ചതിയല്ലേ ഇത്? ഇതുപോലെ ഒരു വിവരക്കേട് പറയുന്ന ഒരു പച്ചഷാൾ ഇട്ട് നടക്കുന്ന ഒരു മനുഷ്യന് ബാക്കവി ബിരുദം കൊടുക്കുന്ന ഒരുപാട് ബാക്കവിമാര്, നല്ല നല്ല ബാക്കവിമാര് നമ്മുടെ കേരളത്തിന്റെ മണ്ണിലുണ്ട്. എനിക്ക് അടുത്ത് പരിചയമുള്ള ഇഷ്ടമുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ബാക്കവിമാര്. എന്നാല് ഇതുപോലെ വിവരക്കേട് പറയുന്ന ഒരു ബാക്കവിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എവിടുന്നേ അണക്ക് ഈ ബിരുദം കിട്ടി? ഇത് ചോദിക്കുന്ന ഒരു തെറ്റല്ല സഹോദരന്മാരെ. ഈ പറഞ്ഞ മനുഷ്യൻ 7 മണിക്ക് ഇരുന്ന് 3 മണി വരെ ഒരേ ഇരിപ്പിരുന്നു എന്ന് പറയുമ്പോ ചിന്തിക്കണ്ടേ? ഇതിനിടയിൽ ളുഹർ ബാങ്ക് കൊടുത്തു. ആ ളുഹർ നിസ്കാരത്തിന് അയാൾ നീച്ചിട്ടില്ലാന്ന്. മാനസിക രോഗിയാണെങ്കിൽ അയാൾ നീക്കണ്ട, അയാൾ ഇരുന്നോടത്ത് ഇരുന്നോട്ടെ. സ്വയബുദ്ധി ഉള്ളവനാണെങ്കിൽ നീക്കണ്ടേ, ഒതു ഉണ്ടാക്കണ്ടേ, പള്ളി പോണ്ടേ? ഇനി ഒതു ഉണ്ടാക്കി പള്ളി പോയില്ല, ആ ഇരിപ്പ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസിക രോഗത്തിന്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ ഓൻ എന്ത് മഹാനാടോ?
ഇജെന്ത് മഹാനാന്നാ ഈ പറയണത് അല്ലേ? വല്ലാത്ത ജാതി മഹാനായി പോയില്ലേ? ഇതാണ് ഇവരുടെ മഹാത്മാക്കള്. ഇവർക്കാണ് ഇവര് വിലായത്ത് കൽപ്പിക്കുന്നത്. 7 മണി മുതൽ 3 മണി വരെ ഒരേ ഇരിപ്പാണെന്ന്. അത് കഴിഞ്ഞിട്ട് വേറൊരു കറാമത്താണ് 3.5 കൊല്ലമായിട്ട് കുളിച്ചിട്ടില്ലാന്ന്. കുളിച്ചിട്ടും തിരുമ്പിയിട്ടും ഇല്ലെങ്കിൽ കുളിപ്പിക്കണം. കൊണ്ടുപോയിട്ട് തേച്ച് കഴുകി കുളിപ്പിക്കുകയാണ് വേണ്ടത് അല്ലേ സഹോദരന്മാരെ? ഇതൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ മറ്റുള്ള ആ ഏറ്റി പറഞ്ഞതും മറ്റും ഒക്കെ അവിടെ നിൽക്കട്ടെ. 7 മണി മുതൽ 12 മണി അതിനിടയില് ഒരു ളുഹാ നമസ്കാരമുണ്ട്, സുന്നത്താണ്, പോട്ടെ. അത് കഴിഞ്ഞ് ളുഹർ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ളുഹർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പള്ളിയിലെത്തണം അല്ലേ? പള്ളിയിലെത്തിയിട്ട് അവിടെ സുന്നത്ത് നമസ്കരിക്കുക. ഇനി സുന്നത്ത് പോട്ടെ, ഫർളിൽ നമ്മൾ കൂടണ്ടേ? 3 മണി വരെ കാത്തിരിക്കണ ഏതെങ്കിലും പള്ളി ഉണ്ടോടോ അവിടെ അല്ലേ? മുനീറെ, എന്ത് തള്ളാണ് ഈ തള്ളണത്? ഈ ഉമ്മത്ത് ഇത് കേൾക്കുന്നില്ലേ? 3 മണി വരെ നീക്കാണ്ടിരിക്കുന്ന അപ്പൊ പറയും കാലുമ്പോ ഇറുമ്പ് അടിച്ചിട്ട് പുയ്ത്തുക്കാണ് എന്നുള്ളത്. ഈ ഇറുമ്പ് അടിച്ചിട്ട് തിന്നാൻ കൊടുക്കുന്നത്, ഇറുമ്പ് ഇങ്ങനെ അരിച്ചു വരികയാണ്, ഇങ്ങനെ 50,000 ഉറുമ്പ് അരിച്ചു വരികയാണ്. ഈ ഉറുമ്പിനെ ആട്ടാൻ കഴിയാതെ സ്വന്തം ശരീരം തിന്നാൻ കൊടുക്കുന്ന, ഉറുമ്പിന് തിന്നാൻ കൊടുക്കുന്ന ഈ പൊട്ടൻ എന്ത് മഹാനാടോ അല്ലേ? ഇതുപോലെ നമ്മെ കൊണ്ട് ഇവർ പറയിപ്പിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണിത് പറയുന്നത്. ഇവരിത് പറയുന്നത് ചില മാലകളും മാലയിലെ ചില വരികളും അതൊക്കെ അടർത്തിയെടുത്ത് മനസ്സിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടാണ്. ചില വരികൾ പാടാൻ പാടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇതാ കേട്ടോക്കി. എന്നെ വിളിപ്പോർക്ക് വായ്പോടാവുത്തീരം നൽകും ഞാനെന്നോ. ഈ അങ്ങാടിയിൽ ഇത് കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മൊഹിയുദ്ദീമാരിൽ ഈ വരി ഇല്ലേന്ന് പോയി നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന, ചെലവിന് കൊടുക്കുന്ന, സാലറി കൊടുക്കുന്ന, വരിസയ്ക്ക് കൊടുക്കുന്ന പള്ളിയിലെ ഖത്തീബിനോട് ചോദിക്കണം, ഈ വരി അതിലുണ്ടോ എന്ന് ചോദിക്കാൻ. ഉണ്ടോ? ശരി, അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ബല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക്. മുഹിയുദ്ദീൻ ഷേഖ് പറഞ്ഞു, എന്നെ ഏത് നാട്ടിൽ നിന്ന് ഏത് നിലത്തുനിന്ന് എന്നെ വിളിച്ചാലും വായ്പോട ഉത്തീരം നൽകും ഞാനെന്നോവ. എന്തായി പറഞ്ഞു? വായ പൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകും. പിന്നെ ആരെങ്കിലും അള്ളാഹുവോട് പ്രാർത്ഥിക്കുമോ? വിളിക്കൂല. അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകാൻ? ഇല്ലല്ലോ. അള്ളാഹ് എന്താ പറഞ്ഞു? വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അള്ളാഹ് പറഞ്ഞതിന്റെ 4 ഇരട്ടിയാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകും. അതുകൊണ്ടാണ് വണ്ടി ആക്സിഡന്റിലായാൽ മുഹിയുദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു അപകടം സംഭവിക്കുമ്പോൾ തിരിങ്ങളെ എന്ന് വിളിക്കുന്നത്. കാരണം അള്ളാനെ വിളിച്ച ഉത്തരം കിട്ടുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കിട്ടുന്ന. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ നാട്ടിലെ ഈ പുസ്തകമുള്ള വീട്ടിൽ എന്റെ കയ്യിലുണ്ട്, നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ ഏത് ബുക്ക് സ്റ്റാളിലും കിട്ടും. ഖുർആൻ കിട്ടാൻ മടിയുണ്ടെങ്കിലും ഈ സാധനം എല്ലായിടത്തും അവൈലബിൾ ആണ്. പോയി നിങ്ങൾ തുറന്ന് വായിച്ചു നോക്കി. ഇങ്ങനെ കെട്ടുകണക്കിന് മാറാപ്പ് പാണ്ഡങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ ഇട്ടുകൊടുത്തു. ഇതുപോലെയുള്ള കെട്ടുകണക്കിന് മാറാപ്പ് ഭാണ്ഡങ്ങൾ ഈ സമുദായത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇവര് പറയുകയാണ്, ഒരാളുടെ കാലുകൾ മുഴുവൻ, കാലിന്റെ മുട്ടിന് താഴെ മുഴുവൻ ഉറുമ്പിങ്ങനെ തിന്നാണ്, ഉറുമ്പിന് തിന്നാൻ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു ഉമ്മത്തിനെ ഇവര് പടച്ചുണ്ടാക്കിക്കാണ്. ഇതുപോലെയുള്ള കള്ളഖറാമത്ത്, ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ ബഹിജത്ത് മാലയിലുണ്ട് എന്നും പറഞ്ഞിട്ട് കാളി മുഹമ്മദ് കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ എന്ന് പറഞ്ഞുകൊണ്ട് കാളി മുഹമ്മദ് എഴുതിയെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്താണ് ഇവിടെ സുബൈർ സലഫി വ്യക്തമായിട്ട് പാടുന്നുണ്ട്, വല്ല നീലത്തേന്നും എന്നെ വിളിപ്പോർക്ക് വാകൂടാവുത്തീരം ചെയ്യും ഞാൻ എന്ന് ഓവറാക്കി പാടിയപ്പോ അല്ലാഹ് പരിശുദ്ധ ഖുർആനിലൂടെ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങള് വിളിച്ചു തേടുകയാണെങ്കിൽ എന്നെ വിളിച്ചു തേടി ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന്. അത് വാകൂടുന്നതിന് മുമ്പൊന്നും ഉത്തരം ചെയ്യാന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല.
റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നെയും നിന്നെയും സൃഷ്ടിച്ചിട്ടുള്ളത് മുനീർ ബാക്കവി, അതുപോലെ തന്നെ കോഴിക്കോട്ട് തുറയുണ്ടായിരുന്ന കാലി മുഹമ്മദിനെ സൃഷ്ടിച്ചിട്ടുള്ളതും അതിന് മുമ്പെയുള്ളവരെയും ഇനി ജനിക്കാനുള്ളവരെയും ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടോ ഇനി എന്തൊക്കെ വരാനുണ്ടോ അതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നോട് ചോദിച്ചോളി ഞാൻ ഉത്തരം ചെയ്യാന്ന്. അല്ലാണ്ട് നിങ്ങളോട് ചോദിച്ചിട്ട് അപ്പ തന്നെ കിട്ടുന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ 3 കാരണങ്ങളും കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല വീഡിയോകളിലൂടെ പറഞ്ഞതാണ്. എന്തായാലും ചോദിച്ചതിന് ഉത്തരം അപ്പൊ തന്നെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വന്നേക്കാവുന്ന ഒരു വിപത്തിനെ തടഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാളെ പരലോകത്തായിരിക്കാം അത് നമുക്ക് നന്മയായിട്ട് ലഭിക്കുക എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാലുള്ള കാര്യത്തെക്കുറിച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവർ പറഞ്ഞിട്ടുള്ള എന്താണ്? വാ കൂടുന്നതിന് മുമ്പ് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉത്തരം ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെയുള്ള പൊട്ടപ്പോയത്തങ്ങള് പാടി നടന്ന ഈ സമുദായത്തിൽ ഈ ഉമ്മത്തിന്റെ ഇടയിലേക്ക് ഇതുപോലെയുള്ള മുനീർ ബാക്കവിമാര് കൊടുന്ന് തള്ളുന്ന ഇതുപോലെയുള്ള കുപ്പകൾ മനസ്സിലാക്കുവാന് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്, പൊന്നുമോനെ നീ നിന്റെ ആപൽഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളില് അല്ലല്ലാത്ത ആരെയും വിളിക്കരുത് എന്നാണ് തന്റെ പൊന്നുമോനും പണ്ഡിതനുമായ അബ്ദുൽ ജബ്ബാറിനോട് പറഞ്ഞിട്ടുള്ളത് റഹിമഹുല്ലാ. ലാ തഷ്കു അന്ന ഫീഹി ഖാലത്തിൽ ബലിയത്തിൽ ഗൈരിൻ മിൻ ഖൽഖില്ല എന്ന് പറഞ്ഞ മഹാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവര് പറയണ ഏതോ കുപ്പത്തൊട്ടിയിലുള്ള ഏതോ ചണ്ടി ചരക്കിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ചൊല്ലിക്കോളിയും എന്നുള്ളത്. ഇതുപോലെയുള്ള മാലകളും മൗലൂദുകളും ഇതുപോലെയുള്ള നാടകങ്ങൾ, പൊറാട്ട് നാടകങ്ങൾ നടത്തിക്കൊണ്ടും അത് കൊണ്ടുവന്ന് ഈ ഉമ്മത്തിനിടയിലേക്ക് വിഴുപ്പ് പാണ്ഡം ചെരിയുന്നത് പോലെ ചെരിഞ്ഞത് കൊണ്ടുമല്ലേ മുനീറെ അണക്കൊക്കെ ഇങ്ങനെ പറയേണ്ടി വന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് സഹോദരന്മാര് ചിന്തിക്കുക. ചിന്തിക്കുവാൻ ബുദ്ധി ഉള്ളവർ, നിങ്ങളുടെ തലച്ചോറ് മൂല്യമാർക്ക് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ, തിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു നിവൃത്തിയില്ല എന്നാണ് പറയാനുള്ളത്. ഇങ്ങനെ പറയാൻ കഴിയൂ എന്നുള്ളത് ഇതിനിടയിൽ പറഞ്ഞു കഴിഞ്ഞു. ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരയ്ക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.